ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളത്തിന്റെ ട്രഡീഷണൽ സ്വീറ്റ് ആയിട്ടുള്ള കറുത്ത ഹൽവ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു, അല്ലെ? അപ്പൊ ഞാൻ ചെറിയൊരു അളവിൽ തന്നെയാണ് തയ്യാറാക്കുന്നുള്ളൂ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുത്ത ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പക്ഷേ പൊട്ടിൻ്റെ പൊടിയൊന്നും വേണ്ട കേട്ടോ. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള നാളികേരമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാം പാലാണ് 4.5 കപ്പ് അളവിൽ. അപ്പോൾ രണ്ടാം പാല് 4.5 കപ്പും അതുപോലെ ഒന്നാം പാല് 1.5 കപ്പ് അളവിലും. അപ്പോൾ ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ എല്ലാം എടുക്കുക കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഈ ഹൽവ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കുക, അപ്പോഴായിരിക്കും ഹൽവയ്ക്ക് നല്ല കളർ കിട്ടുക. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കളറില്ലെങ്കിലും ഹൽവ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരെണ്ണം കുറച്ചൊരു ഡാർക്കാണ്, പക്ഷെ മറ്റേത് അത്രയ്ക്ക് ഡാർക്ക് ഷെയ്ഡല്ല. ഞാനിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ് കിട്ടിയുള്ളൂ. കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലുള്ള ശർക്കരയൊക്കെ കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പൂനെയിൽ വെച്ചിട്ട് പല ഡിഷസ് തയ്യാറാക്കുന്ന സമയത്തും എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 3-4 ഷോപ്പിൽ അന്വേഷിച്ചിട്ട് എനിക്ക് ഇതിനേക്കാളും ഡാർക്ക് ശർക്കര കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കിട്ടിയത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ടേസ്റ്റൊക്കെ സെയിം തന്നെയായിരിക്കും എന്തായാലും. അപ്പോൾ ശർക്കര എടുക്കുക, ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ ഹൽവ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 650 ഗ്രാം മുതൽ 700 ഗ്രാം വരെ ശർക്കര വേണ്ടി വരും. അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരം കിട്ടുക. പിന്നെ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ചിലവർക്ക് അത്ര മധുരം ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ഈ ശർക്കരയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് അധികം അളവിൽ തന്നെയാണ് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് പിന്നീട് നമുക്ക് ഉരുക്കിയെടുക്കേണ്ടി വരും. ഇനി നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാലുണ്ടല്ലോ, അതിലേക്ക് എടുത്തു വെച്ച 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കണത്. അപ്പോൾ പിന്നീട് നമ്മളിതൊന്ന് അരിച്ചെടുക്കും. അല്ലെങ്കിൽ കട്ടകളൊക്കെ പോലെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൽവ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വരില്ല, തീരെ ടെക്സ്ചർ നന്നായിട്ട് വരില്ല, അവിടെ ഇവിടെയും കട്ട പിടിച്ചിട്ടൊക്കെ തന്നെ ഇരിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് മതി. ഇനി ഹൽവ തയ്യാറാക്കണ പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയാണ് ഹൽവ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് വൈഡായിട്ടുള്ള കുറച്ച് വലിയ പാൻ തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നറ്റ് നമുക്ക് മുറിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കാഷ്നറ്റ് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ശർക്കര അത്യാവശ്യം തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അത്യാവശ്യം ഒരു കളർ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും മണ്ണോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര അരിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഹൽവയിൽ മണ്ണ് കടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുഴിയുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും എടുക്കാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ റെഡി ആയിട്ട് പിന്നെ ഗ്രീസ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം വൈകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ശർക്കര ഉരുക്കിയത് ഒരു അരിപ്പയിലൂടെയാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലിപ്പോൾ കാര്യമായിട്ട് അഴുക്കൊന്നും കാണാനോ ഒന്നുമില്ല. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചൂടുള്ള ശർക്കര പാനിയായ കാരണം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത ആ അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് കുക്കാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാം പാല് മാത്രമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഒന്നാം പാല് നമ്മൾ ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ശർക്കരപ്പാനിയുടെ അളവ് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല, പിന്നീട് നോക്കിയിട്ട് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുള്ളൂ. മധുരം കൂടിപ്പോയാലും ഹൽവയൊന്നും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. പിന്നെ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. ചിലവർക്ക് നല്ല മധുരമുള്ള ഹൽവ ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ എനിക്കൊരു മീഡിയം മധുരമുള്ള ഹൽവയാണ് ഇഷ്ടം. ഈ ഒരു ഹൽവ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, കറുത്ത ഹൽവ. ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഹൽവ തന്നെയല്ലേ. പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കി ഇരുന്നൊരു ഹൽവയായിരുന്നു, അമ്മയുടെ അമ്മ.
ഇപ്പം ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരും തോറും ഇത് തിക്കായിട്ട് വരും. അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കട്ടകളൊക്കെ പോലെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് സമയമെടുക്കും എന്തായാലും തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 1/4 ടീസ്പൂണോളം അളവിൽ. അപ്പോൾ നമ്മൾ എടുത്ത ശർക്കരയ്ക്ക് ഉപ്പ് രസം ഉണ്ടോ എന്ന് നോക്കുക, അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചില ശർക്കരയ്ക്ക് ഉപ്പ് രസം കൂടുതലായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കണത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ല പായസത്തിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ നെയ്യ് തീരെ ഉപയോഗിക്കണില്ല. നെയ്യ് ചേർക്കാതെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ടേസ്റ്റി ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യ് എനിക്ക് താല്പര്യമില്ല, പിന്നെ നെയ്യ് ചേർത്തില്ലെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വരും ഈ ഒരു ഹൽവ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കണ നാളികേരം നന്നായിട്ടുണ്ടായിരിക്കണം, അതായത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണ പോലെ നല്ല നാളികേരമായിരിക്കണം, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. അതുപോലെ അത്യാവശ്യം നല്ല അളവിൽ നാളികേരപ്പാലും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ആവശ്യത്തിന് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1-ാം പാലെന്ന് പറയുന്നത് വളരെ കുറച്ച് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ. അപ്പോൾ നാളികേരപ്പാലിൻ്റെ ക്വാളിറ്റിയൊക്കെ ഈ ഹൽവയുടെ ടേസ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നല്ല നാളികേരം തന്നെ ഉപയോഗിക്കാം. ഇവിടെ എനിക്ക് കിട്ടുന്ന നാളികേരം ഒന്നും ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലതല്ല. എൻ്റെ നെയ്ബർ നാട്ടിൽ പോയി വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു നാളികേരം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നാളികേരപ്പാലും ഈ ഒരു അരിപ്പൊടിയുടെ മിക്സും കൂടി നല്ലപോലെ തന്നെ യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് തന്നെ ഒന്ന് മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊക്കെ ഒന്ന് ഇളക്കി ഹെൽപ്പ് ചെയ്യാൻ പറയും. ഈ ഒരു സമയത്ത് ഇളക്കാൻ കുറച്ച് ഈസിയാണ്, പക്ഷെ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരുന്ന സമയത്ത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഹൽവ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയമെടുത്ത് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണല്ലോ. അപ്പോൾ ഇത് വളരെ കുറച്ച് അളവായ കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കും തോറും ഇളക്കിയെടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, വീണ്ടും ഒന്നും കൂടി ഒന്ന് കുറുകി തിക്കായിട്ട് തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ പിടിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ കുറച്ച് എളുപ്പമാണ്, നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കണം. ബാക്കി കുറച്ച് കാഷ്നട്ട് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നാളികേരപ്പാലിൽ നിന്ന് എണ്ണ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വരുമല്ലോ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ഇതൊരു മീഡിയം മധുരത്തോടു കൂടിയാണ് എടുക്കുന്നത്. അത്യാവശ്യം മധുരമുണ്ട്, പക്ഷെ ഓവറായിട്ട് ഇല്ല കേട്ടോ. ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നോട്ടെ. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം, അപ്പോഴേക്കും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അതുവരെ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഹൽവയ്ക്ക് കളറ് തോന്നുന്നില്ല. കറുത്ത ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ടല്ലേ വരേണ്ടത്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ഫുഡ് കളർ ഇതിലേക്ക് ചേർത്തത്. അതുപോലെ ഞാൻ ഉരുക്കിയെടുത്ത ശർക്കര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ശരിക്കും കറുത്ത ഹൽവ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡോട് കൂടി തന്നെയാണ് ഇരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയ്ക്ക് നല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിലൊക്കെ തന്നെയായിരിക്കും പിന്നെ ഇതിരിക്കുക.
ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പാനിൽ നന്നായിട്ട് എണ്ണ വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് ആ നാളികേരപ്പാലിൽ നിന്ന് തന്നെയാണ് എണ്ണ തെളിഞ്ഞ് വന്നിരിക്കുന്നത്. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ തന്നെയായിരിക്കും ഈ ഒരു ഹൽവ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. നെയ്യ് ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഹൽവ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത് കണ്ടില്ലേ? അതുപോലെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റും. എണ്ണയും നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഞാൻ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത്രേ തന്നെ മതി. അപ്പോൾ ഇത് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക്, അതായത് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കണത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുക കേട്ടോ. കാരണം ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ ഹൽവ നമുക്ക് റെഡിയാക്കാൻ പറ്റുക, റെഡിയാക്കി എടുക്കാൻ പറ്റുക. ഇനി എല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാനുള്ളത് തന്നെയേ ഉള്ളൂ. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കണത്. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവ്യോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴയുടെ ഇല ഒരു ചെറിയ പീസ് എടുത്തിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അതുപോലെ ഈ പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ ആ ഒരു സമയത്ത് തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി ഇത് ഇതുപോലെ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അതിനുശേഷമാണ് പിന്നെ അൺമോൾഡ് ചെയ്ത് ഞാൻ ഇതുപോലെ ഒന്ന് അൺമോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അൺമോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരുള്ളൂ. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമ്മുടെ കറുത്ത ഹൽവ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ടെക്സ്ചറോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഹൽവ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണല്ലോ ഇരിക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറുത്ത ഹൽവ ഞാനിപ്പോൾ കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ കറുത്ത ഹൽവേനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് ആ നാളികേരപ്പാലിൻ്റെ ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ് ഈ ഒരു ഹൽവയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടി തന്നെ വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്കാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.